ഡൽഹിയിൽ എന്ത് സംഭവിക്കുമെന്നത് ചൂടേറിയ ചർച്ചയാണ്. മൂന്ന് പാർട്ടികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഡൽഹിയിൽ നടത്തുന്നത്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 8-ാം തീയതി വോട്ടെണ്ണലും നടക്കും. ഈ ഫലപ്രഖ്യാപനം തന്നെയാണ് ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഉറ്റുനോക്കുകയാണ് രാജ്യ തലസ്ഥാനം ആരായിരിക്കും ഭരിക്കാൻ പോകുന്നത് എന്ന്. BJP പല്ലും നഖവും ഉപയോഗിച്ച് അധികാരം പിടിച്ചെടുക്കാൻ ഏത് വൃത്തികെട്ട കളിയും കളിക്കുമെന്നുള്ള ആരോപണം അതിശക്തമാണ്. അതിനുവേണ്ടി ഏതറ്റം വരെയും ഭരണചക്രത്തെ തിരിക്കാൻ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കും എന്ന ആരോപണവും നേരത്തെ ആം ആദ്മിയും കോൺഗ്രസും പറഞ്ഞതാണ്. എന്നാൽ കോൺഗ്രസിന് അവരുടെ നിലപാടിൽ വളരെ വ്യക്തമായ ഒരു ക്ലാരിറ്റിയോടുകൂടി നീങ്ങാൻ കഴിയുന്നുണ്ട്. നേരത്തെ കൃത്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം 2020-ലെ സാഹചര്യമേ അല്ല ഇപ്പോഴത്തേത്. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയതിനു ശേഷം ഡൽഹി ജനത ഇന്നേ വരെ കൃത്യമായും യഥാർത്ഥ ഭരണത്തിന്റെ വില മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. BJP തങ്ങളെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന കുറ്റം പറച്ചിൽ മാത്രമാണ് കേജ്രിവാളിനുള്ളത്. മറിച്ച് ഡൽഹി ജനതയ്ക്ക് വേണ്ടി സുസ്ഥിര വികസനം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ എന്ത് നേട്ടം കൈവരിച്ചു എന്നുള്ളതിൽ അദ്ദേഹത്തിന് യാതൊരു നിലപാടുമില്ല. പൊല്യൂഷന്റെ കാര്യത്തിലും നിരവധിയായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിലും കേജ്രിവാൾ പരാജയപ്പെട്ടു. അതിന്റെ നാണക്കേട് മറച്ചുവെക്കാൻ അഴിമതി കേസിൽ കുടുങ്ങിയ കേജ്രിവാൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് താൻ അധികാരത്തിൽ ഇനി ഇരിക്കണമെങ്കിൽ കേവല ഭൂരിപക്ഷം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ എന്നാണ്. അതിന്റെ അർത്ഥം ഡൽഹി ജനതയ്ക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും കേജ്രിവാൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത്. ന്യൂഡൽഹി മണ്ഡലത്തിലെ നിന്ന് ഷീല ദീക്ഷിത്തിനെ പരാജയപ്പെടുത്തിയ 2013 അത് ഇനി ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കാൻ കൂടി വേണ്ടിയാണ് സന്ദീപ് ദീക്ഷിത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻപ് അവിടെ നിന്നുള്ള MP എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് സന്ദീപിന് അവിടുത്തെ ജനതയെ ഏറ്റവും താഴെത്തട്ടിൽ വരെ അറിയാമെന്നുള്ളതും അദ്ദേഹത്തിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണിരിക്കുന്നു. ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പോലും എതിർ ശബ്ദങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ കെജ്രിവാൾ താഴെ വീണാൽ അത് ആം ആദ്മിയുടെ ഭാവി തന്നെ നിശ്ചലമാണ്.